എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളി വ്ളോഗാണ്. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വോട്ടെടുപ്പല്ലേ, അപ്പോൾ വളരെ തിരക്ക് പിടിച്ചിട്ടാട്ടോ ഇന്നത്തെ പാചകം. വളരെ തിരക്കേറിയ പാചകവും അടിപൊളി ഡ്രിങ്കും പിന്നെ പാത്തുസിനും മോനും ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കൊറിയറായിട്ട് ബാഗായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാട്ടോ ഇന്ന് വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരി. അപ്പോൾ വ്ളോഗ് ആരംഭിക്കാം കേട്ടോ. ഇത് വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ പേസ്റ്റിൽ മഞ്ഞ നിറം എന്താണെന്നറിയോ? ഒരു ടിപ്പ് പറഞ്ഞേരട്ടെ. പല്ലുവേദനയുള്ളവർ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കുക, ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിക്കാട്ടോ. പല്ലുവേദന വരുമ്പോൾ ഈ ഒരു സംഭവം ചെയ്താൽ മതി. ഡോക്ടറെ അടുത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കൂട്ടുകാരെ. മഞ്ഞൾപ്പൊടി എടുക്കുക, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് തിരുമ്പി ഒരു ചെപ്പിലാക്കി വയ്ക്കും കേട്ടോ. കുറച്ചധികം അങ്ങോട്ട് സെറ്റാക്കി വെച്ചാൽ നിത്യേനെ കുട്ടികൾ ബ്രഷ് ചെയ്യുമ്പോൾ, കുട്ടികൾ തന്നെയല്ല വലിയവർക്കും നല്ലതാട്ടോ. പല്ലുവേദന വരുമ്പോൾ പേസ്റ്റ് തേച്ചിങ്ങായിട്ട്, ബ്രഷിൽ തേച്ചിങ്ങായിട്ട് ഇതൊന്ന് തൂകിക്കൊടുത്ത് ബ്രഷ് ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി കേട്ടോ. ഞാനിത് കാണിച്ചു തരുന്നില്ല, ഇങ്ങനെ പറഞ്ഞു പോവാൻ കേട്ടോ. ഞാൻ ഈ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും ഇടാട്ടോ. കമൻറ്റ് ചെയ്യട്ടോ കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോശ സെറ്റായി, തക്കാളി ചമ്മന്തി സെറ്റായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് കൂട്ടുകാരെ. അങ്ങനെ പാത്തൂസാണ് കേട്ടോ ആദ്യം തന്നെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ പാത്തൂസിന് കൊടുത്ത ശേഷം മോനിനിട്ടു. മോനുള്ള ഫുഡും കൊടുത്തു. അങ്ങനെ നേരെ വന്നത് തീ പൂട്ടി അരക്കടപ്പത്തിട്ട് അതങ്ങോട്ട് സെറ്റാക്കിട്ടോ. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഗ്യാസ് അടുപ്പിൽ നിന്ന് നേരെ വിറകടുപ്പിലേക്ക് ഞാൻ നീങ്ങിക്കഴിഞ്ഞു കേട്ടോ. കറികളെല്ലാം ഇന്ന് വിചാരിച്ചു നമ്മുടെ ഈ വിറകടുപ്പിൽ തയ്യാറാക്കിയാലെന്ന് കേട്ടോ. അങ്ങനെ ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങോട്ട് സെറ്റാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലയൊക്കെ ഇട്ടുങ്ങായിട്ട് നല്ല രീതിയിൽ കുറച്ച് വെള്ളം മാത്രം മീഡിയതുങ്ങായിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചോ, പാകത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്തു കേട്ടോ. വിശദമായി പറയുന്നില്ല. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി വാച്ച് ചെയ്യുന്നവർക്കറിയാം കേട്ടോ ഇതിൻ്റെ റെസിപ്പിയെ കുറിച്ചിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കയറി കണ്ടേക്കണേ. റീൽസ് എടുക്കണ്ടതിൻ്റെ കേട്ടോ. വേവിക്കാൻ വെച്ച് കൊടുത്തോ. കുക്കു കുക്കു എന്ന് പറഞ്ഞിങ്ങായിട്ട് നമ്മുടെ കുക്കർ വിസിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളങ്കിഴങ്ങും പിന്നെ മസാല സബോള നല്ലപോലെ കറിവേപ്പിലേക്ക് ഇട്ട് വഴറ്റിയതോ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കറി മസാലപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് സെറ്റാക്കി ഞങ്ങളുടെ കറി അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് കൂട്ടുകാരി. അടിപൊളി ബീഫ് കറി സെറ്റായി. അടുത്തതായി പരിപ്പ് കറി കേട്ടോ. പരിപ്പും തക്കാളിയും അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. കുക്കു വിളിച്ചും കയറ്റി അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നല്ല രീതിയിൽ അങ്ങോട്ട് വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എന്തിടാം? മുരിങ്ങക്കായ കേട്ടോ. മുരിങ്ങക്കായ തലേ ദിവസം തന്നെ തൊലി കളഞ്ഞ് ഒരു കവറിൽ കെട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപകാരമായി, വേഗം തന്നെ കുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതിലേക്ക് ഇട്ടുങ്ങായിട്ട് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്കുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കാൻ നാളികേരവും ചെറുള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ മിക്സിയിലിട്ട് അടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കാം കേട്ടോ. ഇനി നമുക്കിത് തൂളിച്ചെടുക്കണല്ലേ. അടിപൊളി കറി കേട്ടോ. നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെയാട്ടോ ഞാൻ ചെയ്യുന്നത്. എന്നാലും പ്രത്യേക ഒരു രുചിയാട്ടോ നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന പരിപ്പ് കറി കേട്ടോ. അങ്ങനെ പരിപ്പ് കറി സെറ്റായി തൂളിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ വറുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തൂളിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ പരിപ്പ് കറി സെറ്റായിട്ടോ. പിന്നെ ഞാൻ തൈര് എടുത്തിട്ടോ. പപ്പടം നോക്കിയപ്പോൾ കണ്ടില്ല, മുട്ട നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കണ്ടില്ല. അപ്പോൾ ഞാൻ നേരെ തൈര് എടുത്തിട്ടോ. മുട്ടൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കൊറിയർ അങ്ങോട്ട് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ബാഗാണ്, ട്യൂഷനുള്ള ബാഗാട്ടോ. അപ്പോൾ അടുത്ത മാസം മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാട്ടോ. അപ്പോൾ അവനുള്ള ബാഗ് കൊറിയർ അവർ വാപ്പിച്ച് ഓർഡർ ചെയ്ത് വന്നതാണ്. പിന്നെ പാത്തൂസിന് സങ്കടമാവില്ലേ എന്ന് കരുതിയിട്ട് അവൾക്കും ഒരു കൊച്ചു ബാഗ് ഓർഡർ ചെയ്തു. സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുപോകാലോ എന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ. അതിന് ശേഷം നേരെ ഞാൻ
വോട്ട് ചെയ്യാൻ പോയി കൂട്ടുകാരെ. ഞാനും ഇതാ വോട്ട് ചെയ്തു, കണ്ടില്ലേ. ഇനി നമുക്ക് ക്യാരറ്റ് കൊണ്ട് അടിപൊളി ഹെൽത്തി ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ കൂട്ടുകാരി അടിപൊളി ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ചർമ്മത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താനും രക്തശുദ്ധിക്കും നല്ലതാട്ടോ. നമ്മുടെ കുട്ടികൾക്ക് വിശപ്പുണ്ടാവാനായിട്ട് ഇത് ഉപകരിക്കുന്ന. അപ്പോൾ പാത്തൂസ് വോയിസ് കൊടുക്കുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാക്കി കേട്ടോ. അപ്പം ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അങ്ങനെ ഒരു പതർച്ച വന്നിട്ട് പെട്ടെന്ന് ഞാൻ ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ ചെറിയൊരു പതർച്ച വന്നതാണ് നേരത്തെ കേട്ടത് കേട്ടോ. അങ്ങനത്തെ ക്യാരറ്റ് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാർ. ഈ ചൂടുള്ള സമയത്ത് നമ്മൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ വളരെയധികം ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് ഇതേപോലെ ക്യാരറ്റും അതേപോലെ തന്നെ ബാക്കി ഐറ്റംസൊക്കെ ഞാൻ പറയാം കേട്ടോ. ക്യാരറ്റ് കൊണ്ട് അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഇതേപോലെ വീഡിയോസ് ചെയ്തിട്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ക്യാരറ്റ് ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. പിന്നെ ഇതിൽ ചേർക്കുന്നത് ഈത്തപ്പഴം കേട്ടോ, കുതിർത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ദാ ചേർത്ത് കൊടുത്തു. കുരുവൊക്കെ കളയണം കേട്ടോ. അതിന് ശേഷം ദാ ഒരു നേന്ത്രപ്പഴം എടുത്തു, കട്ട് ചെയ്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൽ ചേർക്കുന്നത് ബദാമും പിന്നെ അണ്ടിപ്പരിപ്പ് കേട്ടോ. പിസ്ത ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ പിസ്ത ഉണ്ടായിരുന്നില്ല, അതാണ് ഇടാഞ്ഞത് കേട്ടോ. അങ്ങനെ പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് കറിക്കെടുത്ത് കൊണ്ടുവരാല്ലേ. അങ്ങനത്തെ കറിക്കെടുത്ത് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടുകാരെ. എന്നിട്ട് ഇതാ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇതാ ഒഴിക്കുന്നു കേട്ടോ. അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. ഈ ചൂട്ടത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ ക്യാരറ്റ് ഹെൽത്തി ജ്യൂസ് ദാ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് കുടിച്ച് നോക്കൂ കൂട്ടുകാരെ. ദാഹവും മാറും വിശപ്പവും മാറും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ദാ ഇനി രാത്രി ദാ ദോശ കേട്ടോ. ഇന്ന് ഗോതമ്പ് ദോശയാണ് കൂട്ടുകാരെ. ഗോതമ്പ് ദോശയും ബീഫ് കറിയായിരുന്നു കേട്ടോ രാത്രിത്തെ ഞങ്ങളുടെ ഫുഡ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ദോശ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാത്തൂസിനും അതേപോലെ തന്നെ മോനും വേണം പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ദോശയും കഴിക്കണം അതേപോലെ തന്നെ ചോറും കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഇരുത്തിയിട്ടോ. അതിനുശേഷം ദോശയും അതേപോലെ തന്നെ ബീഫ് കറിയും ആദ്യം തന്നെ ഒന്ന് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇത്രയുള്ള വിശേഷം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം.